കർത്താവിനോട് ഇടപെട്ട ഒരു ദൈവിക സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇത് ചിലരോടുള്ള ദൈവ സന്ദേശം, ദൈവിക ഇടപെടലായി നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളിതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ പല ഇടങ്ങളിലും നാം കൺഫ്യൂഷനാകാറുണ്ട്. കർത്താവെ, ഈ ഒരു മേഖല തന്നെയാണോ ഞാൻ തുടരേണ്ടത്? ഈ ശുശ്രൂഷ തന്നെയാണോ ഞാൻ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഈ ഇടം തന്നെയാണോ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഈ കോഴ്സ് തന്നെയായിരുന്നോ ഞാൻ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്? അല്ലെങ്കിൽ ഈ ബിസിനസ് തന്നെയായിരുന്നോ ഞാൻ ചെയ്യേണ്ടിയിരുന്നത്? അല്ലെങ്കിൽ ഈ സ്ഥലം തന്നെയാണോ, ഇവിടെ തന്നെയാണോ ഞാൻ എത്തപ്പെടേണ്ടിയിരുന്നത്? ഒക്കെ പലരും ചിന്തിക്കാറുണ്ട്. ദൈവ ശബ്ദം കേട്ട് തന്നെ യാത്ര തുടങ്ങിയവരായിരിക്കാം. പക്ഷെ എവിടെയെങ്കിലും പ്രതിസന്ധിയിലോട്ട് കയറി വരുമ്പോൾ നാം എല്ലാവരും, ഞാൻ ഉൾപ്പെടെ സകലമാന പേരും ഒരു പരിധിവരെ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, കർത്താവെ, എവിടെയെങ്കിലും വെച്ച് ഞാൻ തെറ്റിപ്പോയോ? ഞാൻ കേട്ടത് ദൈവശബ്ദം തന്നെയാണോ? അങ്ങനെ ചിന്തിക്കുന്ന നിങ്ങളോടുള്ള പ്രവചന സന്ദേശമായി ഇതിനെക്കുറിച്ചിടുക. ഇത് നമുക്ക് മാത്രം തോന്നിയതല്ല. പൗലോസിന്റെ ജീവിതത്തിൽ, ശിഷ്യന്മാരുടെ ജീവിതത്തിലൊക്കെ അവർ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം പഠിക്കുമ്പോൾ ഒരു വലിയ കൂട്ടത്തിൻ്റെ നടുവിൽ പൗലോസിന്റെ ജീവനു വേണ്ടി ദാഹിക്കുന്ന, ബഹളം വെക്കുന്ന ഒരു കൂട്ടത്തിന് നടുവിൽ കർത്താവ് വന്ന് ഇടപെട്ട് പറയുന്നൊരു കാര്യമാണ്, പൗലോസേ, ധൈര്യമായിരിക്കുക, നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും എന്നെക്കുറിച്ച് സാക്ഷീകരിക്കും. അപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ധൈര്യപ്പെട്ട ദൈവശബ്ദം കേട്ട പൗലോസ് അവിടെ മുതൽ തുടർന്നുള്ള അധ്യായങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ റോമിലേക്കുള്ള യാത്രയുടെ നടുവിൽ ഒരിക്കലും കാണാത്ത പ്രതിസന്ധിയിലോട്ടാണ് പൗലോസ് എത്തപ്പെടുന്നത്. കപ്പൽ ഛേദം, കപ്പൽ തകരുവാൻ പോകുന്നു, മരണഭീതിയിലായി, രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചുപോയി. ആ യാത്ര ദൈവഹിതമായിരുന്നോ എന്ന് പോലും ചിലപ്പോൾ പൗലോസ് ചിന്തിച്ചിട്ടുണ്ടാവാം. ഒരു വാഗ്ദത്തത്തിൻ്റെ പുറത്ത് ഇറങ്ങിത്തിരിച്ചതായിരിക്കാം. ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്, നീ യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും നീ എന്നെക്കുറിച്ച് സാക്ഷീകരിക്കും. സത്യത്തിൽ പൗലോസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചു പോകും എന്ന് തോന്നത്തക്ക വണ്ണമുള്ള കപ്പൽ ഛേദത്തിന് നടുവിൽ അകപ്പെട്ടു. എന്നാൽ അന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, പൗലോസേ, നീ ഭയപ്പെടണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഇടയിൽ എവിടെയെങ്കിലും നാം കൺഫ്യൂഷനിലാകുന്നെങ്കിൽ ഒറ്റയ്ക്ക് വിടത്തില്ല ദൈവം. അവിടെയും നമ്മളെ സഹായിക്കാൻ, നമ്മളെ ധൈര്യപ്പെടുത്താൻ ഉള്ള ദൈവിക ഇടപെടലുണ്ട്. ഒരു കൂട്ടർ ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു എന്ന് പറയുമ്പോഴും, പാസ്റ്ററെ, ഞങ്ങൾ കേട്ടത് ദൈവശബ്ദം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത് തന്നെയായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഈ ഒരു കോഴ്സിന് വേണ്ടി തന്നെയാണോ ഞാൻ ചേർക്കേണ്ടിയിരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രാർത്ഥനാ വിഷയം പോലെ എൻ്റെ അടുത്ത് വരാറുണ്ട്. നിങ്ങളോടുള്ള മറുപടി പോലെ നിങ്ങൾ കാണുക, നിങ്ങൾ കേട്ടത് ദൈവശബ്ദമാണ് എങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയല്ല. ആ പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഇന്ന് പകലിൽ അല്ലെങ്കിൽ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നവർ ഉറയ്ക്കുക എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നു. പൗലോസിന്റെ ജീവിതത്തിലെ കപ്പൽ ഛേദം സംഭവിച്ചു, കപ്പൽ തകർന്നുപോയി. പൗലോസ് നീന്തി ഒരു ദ്വീപിലെത്തി, മെലീത്ത എന്ന ദ്വീപിലെത്തി. അവിടെയും അതിശക്തമായ ദൈവിക ഇടപെടൽ പൗലോസിനെ കൊണ്ട് ചെയ്യിക്കുന്ന കാണുവാൻ കഴിയും. നിങ്ങളുടെ കയ്യിൽ ചുറ്റിയ അണലികളെ പോലും കുടഞ്ഞു കളയുന്ന ദൈവപ്രവർത്തികളിലേക്ക് ഈ ദിവസങ്ങൾ ചിലരെ കർത്താവ് എടുത്ത് ഉയർത്തുവാൻ പോകുന്നു. നീ ഇന്ന് കാണുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാൻ പോകുന്നു. അവിടം കൊണ്ട് തീരത്തില്ല. മെലീത്തയിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. നീ കേട്ട ദൈവ ശബ്ദം നീ റോമിൽ എത്തും എന്ന് ആണ് എങ്കിൽ, ഒരു കപ്പൽ ഛേദത്തിൻ്റെ നടുവിൽ മെലീത്തയിൽ എത്തിപ്പെടാനല്ല നിന്റെ യാത്ര. നീ മെലീത്തയിൽ കയറുമായിരിക്കാം, പക്ഷെ ആ മെലീത്തയിൽ നീ ദൈവപ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കും. പക്ഷെ നിന്നെ റോമിൽ കർത്താവ് എത്തിച്ചിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം 11-ാമത് വാക്യത്തിൽ കേട്ട ഒരു ദൈവശബ്ദം ഇങ്ങനെയാണ്, പൗലോസേ, നീ യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും സാക്ഷീകരിക്കും. 27-ാം അധ്യായം വന്നപ്പോഴത്തേക്ക് ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധി വന്നു, കപ്പൽ ഛേദം വന്നു, സകലം തകർന്നുപോയി. അവിടം കൊണ്ട് തീരുന്നില്ല. 28-ാം അധ്യായം 14-ാമത് വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, പൗലോസ് റോമിൽ എത്തി. ഈ ഇത്രയും അധ്യായങ്ങളുടെ ഇടയിൽ വലിയ പ്രതികൂലങ്ങൾ കടന്നു വന്നിരിക്കാം, പക്ഷേ നിന്നെ റോമിൽ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ലക്ഷ്യത്തിലേക്ക് നിന്നെ കൊണ്ടു ചെല്ലുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ടൊരു ദൈവശബ്ദം ഇങ്ങനെയാണ്, ദൈവം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമേ ഒരു കാര്യം ആരംഭിക്കത്തുള്ളൂ. അല്ലാതെ മനുഷ്യൻ ചെയ്യുന്നത് പോലെ ഒരു കാര്യം ആരംഭിച്ചു, പൂർത്തീകരിക്കാൻ പറ്റുന്നെങ്കിൽ പൂർത്തീകരിക്കട്ടെ, എല്ലാം ഓക്കെ ആയി വരുന്നെങ്കിൽ, എല്ലാം നല്ലതായി വരുന്നെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ പൂർത്തീകരിക്കട്ടെ എന്നല്ല. ദൈവം ഒരു കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം നിന്റെ ജീവിതത്തിൽ തുടങ്ങുന്നതാണ്. ഈ ദിവസങ്ങളിൽ
നിൻ്റെ വിദ്യാഭ്യാസത്തിൽ, നിൻ്റെ ജോലിയിൽ, നിൻ്റെ സാമ്പത്തിക മേഖലയിൽ, നിൻ്റെ ഭവനം പണിയിൽ, നിൻ്റെ മറ്റുള്ള ഏത് മേഖലയിലാണ്, നിൻ്റെ സഭാ ശുശ്രൂഷയിൽ, നിൻ്റെ ശുശ്രൂഷയിൽ, നീ ആയിരിക്കുന്ന ഏതൊക്കെയോ മേഖലയിൽ ഒരു ഉറപ്പോടുകൂടി ഇറങ്ങി തിരിച്ചിട്ട് ഇന്നിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലത്തിന് നടുവിൽ നീ ഭാരപ്പെടുന്നു, അല്ലെങ്കിൽ നീ കുഴയുന്നു, കേട്ടത് ദൈവശബ്ദമാണോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുന്ന നിങ്ങളോടുള്ള ദൈവശബ്ദമാണിത്. ദൈവം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം ആരംഭിക്കുന്ന ദൈവമാണ്. നിന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ച ദൈവമാണ് എങ്കിൽ, നിന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവമാണെങ്കിൽ, ദൈവം നിന്നിൽ അത് പൂർത്തീകരിക്കും എന്നുള്ള ഉറപ്പോടുകൂടി മുമ്പോട്ട് പോവുക. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഈ ദിവസങ്ങളിൽ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒത്തിരി അനുഭവിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യാറുണ്ട്. ഒത്തിരി ജപ്തികളെ നടുവിൽ നിൽക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യാറുണ്ട്. 100% ഉറപ്പോടെ പറയട്ടെ, ദൈവം പറഞ്ഞിട്ടാണ് ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയതെങ്കിൽ ദൈവം വെറുതെ ഇറക്കത്തില്ല. ഇന്നിൻ്റെ പ്രതിസന്ധി, കപ്പൽ ഛേദം, കപ്പലിൻ്റെ തകർച്ച, ഇതൊന്നും നീ നോക്കണ്ട. നീ ഇതിനിടയ്ക്ക് മെലീത്തയിൽ നീന്തി കയറിയിരിക്കുക, അതും നോക്കണ്ട. അതൊക്കെ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ദൈവം നിന്നെ ലക്ഷ്യത്തിൽ എത്തിക്കും. അത്രയ്ക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയോട് കൂടി തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആരോടൊക്കെയുള്ള ധൈര്യപ്പെടുത്തലുകളാണ്. ആരൊക്കെയോ ദീർഘനാളുകളായി പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു ദൈവശബ്ദം എന്നോട് പറ എന്നുള്ള പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം പോലെ നിങ്ങൾ കുറിച്ചു വെക്കുക. ലക്ഷ്യത്തിൽ ദൈവം എത്തിക്കും. കാരണം ദൈവം എന്തെങ്കിലും തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമേ തുടങ്ങത്തുള്ളൂ. വിശ്വസിക്കുക, ആമേൻ പറഞ്ഞ ദൂരിൽ സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.